ലോകത്തിന് മുമ്പിൽ തലകുനിച്ചു നിൽക്കേണ്ട അഴിമതി കഥകളാണ് കേരള ബി.ജെ.പിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്നത്. സംസ്ഥാനത്തെ ഇലക്ഷൻ പ്രവർത്തനത്തിന് വേണ്ടി കേന്ദ്ര നേതൃത്വം നൽകിയത് കോടികളാണ്. തിരുവനന്തപുരത്തെ മാരാർജി ഭവനിൽ ഇരുന്ന പ്രസിഡന്റിന്റെ കിച്ചൺ ക്യാബിനറ്റ് അതിൽ കോടികൾ പലതും അടിച്ചുമാറ്റി. കേന്ദ്ര നേതൃത്വം സൗജന്യമായി നൽകിയ കൊടിയുടെ പേരിൽ 1.5 കോടി അടിച്ചുമാറ്റിയത് ഓഡിറ്റിംഗിൽ പിടിച്ചതോടെയാണ് കള്ളി വെളിച്ചത്തായത്. പാർട്ടിയിലെ പ്രമുഖ സെക്രട്ടറി വിഷയം കോംപ്ലിമെന്റ് ആക്കാൻ നോക്കിയെങ്കിലും അങ്ങ് ഡൽഹിയിലെ ഫായിമാർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമായിരുന്നു കൊടിയിലെ കോഴ. കൂടുതൽ അന്വേഷണത്തിൽ ഹെലികോപ്റ്റർ പറത്തിയതിൽ വമ്പൻ ക്രമക്കേട് ദേശീയ നേതൃത്വം കണ്ടെത്തി. വെറും 18 മണിക്കൂർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന് 100 മണിക്കൂർ കണക്കിൽ കാണിച്ച് 5 കോടി രൂപ തട്ടിയെടുത്തു. ഡൽഹിയിൽ പോയ രാജീവ് ചന്ദ്രശേഖർ കണക്ക് ടാലിയാക്കാനാവാതെ കുഴങ്ങിപ്പോയെന്നാണ് പരദൂഷകർ പറയുന്നത്. പരദൂഷണമല്ല, അത് സത്യമാണെന്നാണ് അവരാണയിട്ട് പറയുന്നത്. അവസാന നിയമസഭാ സമ്മേളനത്തിന് പോലും കേരളത്തിൽ എത്താവാനാവാതെ കൂട്ടിയും കുറച്ചും പാവം ദില്ലിയിൽ കുടുങ്ങി. ഗതികെട്ട അവസ്ഥയിലായ സംസ്ഥാന പ്രസിഡന്റിന് സംസ്ഥാനത വനിതാ സെക്രട്ടറിമാരിൽ ഒരാളുടെ പേരിലും മറ്റ് 2 ശിങ്കിടിമാർക്കെതിരെയും നടപടിയെടുക്കേണ്ടി വന്നു. ഈ വനിതാ സെക്രട്ടറി ആരുടെ നോമിനിയാണെന്ന് പാർട്ടിക്കാർക്ക് കൃത്യമായി അറിയാം. ആ പ്രമുഖ നേതാവ് അറിയാതെ ഒരു ഈച്ച പോലും മാരാർജി ഭവനിൽ പറക്കില്ലെന്ന് ഉറപ്പാണ്. ജന്മഭൂമിയിൽ പ്രിന്റിംഗ് സംവിധാനമുള്ളപ്പോൾ പാർട്ടിയുടെ മെറ്റീരിയൽ എല്ലാം പുറത്ത് കൊടുത്ത് 8 കോടി രൂപയ്ക്ക് മുകളിലാണ് കോഴ വാങ്ങിയത്. സംസ്ഥാന പ്രസിഡന്റിന്റെ വലങ്കൈയായ സെക്രട്ടറിയാണെന്ന് തിരുവനന്തപുരത്തെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാം അത് നടത്തിയത്. ജന്മഭൂമിയുടെ പരാതി ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് കൈമാറിയിരിക്കുകയാണ്. ഇവിടെ കല്യാണമെങ്കിൽ അവിടെ പാല് കാച്ച് ഒരു സിനിമയുണ്ടല്ലോ. ആ സിനിമയുടെ ഡയലോഗ് പോലെ തിരുവനന്തപുരത്തെ കടുംവെട്ടിനിടെ കൊച്ചിയിൽ സിനിമാ കുംഭകോണവും നടന്നു. 2020 സ്ഥാനാർത്ഥികളാവാൻ സെലിബ്രിറ്റികളെ റിക്രൂട്ട് ചെയ്യാൻ കോടികളാണ് ഒഴുക്കിയത്. പ്രസിഡന്റിന്റെ പാർട്ടിക്ക് പുറത്തുള്ള വിശ്വസ്തനും RSS പുറത്താക്കിയ തീവ്ര ഹിന്ദുത്വ സംഘടനാ നേതാവുമാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. അവസാനം ഫണ്ട് കാലിയാവുകയും കഥ ചീഞ്ഞു നാറുകയും ചെയ്തത് മാത്രം മിച്ചം. 4-കിട സിനിമാ നടിയെ ന്യായീകരിക്കാൻ സെക്രട്ടറി നരേന്ദ്രമോദിയെ പോലും അപഹാസ്യനാക്കിയത് വെറുതെയല്ല. ഈ തീവ്ര ഹിന്ദുത്വ നേതാവിന്റെ കുടുംബാംഗം കൂടിയായ പാർട്ടി പത്രക്കാരനായിരുന്ന കോട്ടയംകാരനാണ് ഇപ്പോൾ സംസ്ഥാന മാധ്യമ സെൽ മേധാവി. ആരെയും ആക്ഷേപിക്കാനല്ല ഈ പറയുന്നത്. ഡൽഹിയിൽ പത്രക്കാരനായിരിക്കെ ഇടനിലക്കാരനായി ലക്ഷങ്ങൾ സമ്പാദിച്ച ശേഷമാണ് കേരള നാട്ടിലെത്തി പുത്തൻകൂറ്റ് പ്രസിഡന്റിനൊപ്പം കൂടിയത്. എന്തായാലും തിരുവനന്തപുരത്തും കൊച്ചിയിലും അഴിമതി നടത്തിയത് പ്രസിഡന്റിന്റെ ഏറ്റവും വിശ്വസ്തരായതിനാൽ കൈകഴുകി അങ്ങ് ബാംഗ്ലൂർക്ക് പറക്കാൻ പ്രസിഡന്റ് രാജീവേട്ടൻ അത്ര എളുപ്പമാകില്ല. എല്ലാത്തിനും മറുപടി പറയിപ്പിക്കാൻ ഗുജറാത്തികൾക്ക് അറിയാമെന്ന് മുതലാൾജി മറക്കരുത്.